ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് മോളുടെ സ്കൂളിൽ ഒരു ക്രിസ്മസ് കോമ്പറ്റീഷൻ ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്രാവശ്യം അവർക്ക് വ്രത് മേക്കിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 2 ഇയേഴ്സിൻ്റെ കാർഡ് മേക്കിംഗ് കോമ്പറ്റീഷനിൽ അവൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കാർഡ് ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഇതിലോട് ഒന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. കാർഡ് മേക്കിംഗ് ഞാൻ കാർഡ് ബോർഡിൽ ചെയ്തിട്ട് കവർ ചെയ്തിട്ട് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഈ വർഷം ചെയ്തതാണ് ഈ വ്രത് മേക്കിംഗ്. ഈ റൗണ്ടിൽ കാണുന്നതാണ് വ്രത് മേക്കിംഗ്. എനിക്ക് ആക്ച്വലി അത് ഉണ്ടാക്കാൻ അത്ര വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു. വ്രത് മേക്കിംഗ്, കാർഡ് മേക്കിംഗ് നമ്മൾ സ്കൂളിലും കോളേജസിലൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ അല്ലാതെ കുറച്ച് യൂട്യൂബിലൊക്കെ ഒന്ന് റെഫർ ചെയ്തതിന് ശേഷം എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. ഞാനും കുറച്ച് ഹെൽപ്പ് ചെയ്ത് അവളും പിന്നെ ചെയ്തു. സോ ഇതാണ് ഈ വർഷം ചെയ്ത വ്രത് മേക്കിംഗ് ഞാൻ പറഞ്ഞത്. ഈ വ്രത് മേക്കിംഗ് ആക്ച്വലി എല്ലാവരുടെയും ആ ഒരു വീട്ടിൽ ഈ ഒരു എൻട്രൻസിലാണ് ഇതെപ്പോഴും ഇങ്ങനെ വെക്കാറുള്ളത്. അപ്പോൾ അതിൽ കുറേ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി അത്രയൊന്നും പറയാൻ അറിയാത്തത് കൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ ഷേപ്പിലാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. അത് ബിഗ് ഓർ സ്മോൾ വാട്ട് എവർ ഇറ്റ് ഇസ്, പക്ഷേ ഷേപ്പിലാണ് എപ്പോഴും കാണാറുള്ളത്. അത് നന്നായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്ത് ഒക്കെയാണ് വെക്കാറുള്ളത്. സോ കാർഡ് മേക്കിംഗ് ഇത് കഴിഞ്ഞ വർഷത്തുള്ളൊരു കാർഡ് മേക്കിംഗ് ആണ്. അപ്പം അതിൽ കുറേ കുറച്ചൊന്ന് പഴയതായിട്ടുണ്ട്. എന്നാൽ പോലും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. കാർഡ് ബോർഡിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഗിഫ്റ്റ് ബോക്സ് നമ്മളിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു 3D എഫക്റ്റൊക്കെ കിട്ടുന്ന മാതിരി അങ്ങനെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം അത് നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. സോ എനിക്കറിയാവുന്നതുപോലെ ഞാനത് ചെയ്തു. ആ മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങനെ ഒരു ഗിഫ്റ്റ് ബോക്സസ് പോലെ അങ്ങനെ ചെയ്തു. പിന്നെ ഒരു കാൻഡിൽസ് ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ട്, പിന്നെ ചോക്ലേറ്റ്സിൻ്റെ പൗച്ച് ചെയ്ത് ചോക്ലേറ്റ്സ് ഇങ്ങനെ വെളിയിൽ വീഴുന്നതായിട്ട്, പിന്നെ ഒരു ക്രിസ്മസ് ട്രീ. ഇതാണ് ഈ ഒരു ചാർട്ടിലുള്ളത്. നെക്സ്റ്റ് ചാർട്ട്, അതിൻ്റെ താഴെ ഇനിയൊരു ചാർട്ടും കൂടെ ഉണ്ട്. അതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് സാന്റയുടെ ഡ്രസ്സ്, പിന്നെ ഒരു സ്നോമാൻ, പിന്നെ ഒരു ക്രിസ്മസ് ട്രീ. അതാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത്. സോ സിമ്പിളായിട്ട് എനിക്ക് അറിയാവുന്നതുപോലത്തെ ഒരു ക്രിസ്മസ് കാർഡാണ്. ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ടാണ് ഇത്രയ്ക്കും നമ്മൾ ഗ്രാൻഡായിട്ടൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമുക്ക് ക്രിസ്മസ് കാർഡ് സിമ്പിളായിട്ട് ഉണ്ടാക്കി ചെയ്യണമെങ്കിൽ അത് ആർക്കെങ്കിലും കൊടുക്കാനാണെങ്കിൽ ഇത്രയും ഇതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. സാന്റയുടെ ഒരു ഫേസാണ് ഞാൻ ആദ്യം ഈ ഒരു ഫ്രണ്ട് പേജിൽ തന്നെ ഞാൻ വെച്ചിരിക്കുന്നത്. ക്രിസ്മസ് തീം ആയതുകൊണ്ട് ക്രിസ്മസിൽ നമ്മൾ നോർമലി കാണുന്ന എല്ലാം ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നി. സോ സാന്റയുടെ ഡ്രസ്സ്, സാന്റ യൂസ് ചെയ്യുന്ന സോക്സ്, അങ്ങനെ വരയ്ക്കും നമുക്ക് വെക്കാൻ പറ്റും. ക്രിസ്മസ് ട്രീ, ഗിഫ്റ്റ്, മെയിനാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് അതൊക്കെയാണല്ലോ. ഇതൊക്കെ ക്യാപ്പ് വന്നിട്ട് ഇനി വെൽവെറ്റ് ക്ലോത്ത് കിട്ടും, അത് വെച്ച് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണേ. പിന്നെ ഈ സാന്റയുടെ ഫേസിലൊക്കെ ഞാൻ ഈ ഒരു കോട്ടൺ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. സോ ഇത് അഗൈൻ ഇങ്ങനെ ഒരു ഇതിൽ ഒരു ആംഗിളിൽ ഞാൻ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. എനിക്കങ്ങനെ വലുതായിട്ടൊന്നും എടുക്കാനൊന്നും അറിയില്ല, എന്നാൽ പോലും എനിക്കറിയാവുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ വേണമെങ്കിൽ നമുക്ക് ഇനിയൊക്കെ കുറേയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാമായിരുന്നു, പക്ഷെ ഞാൻ സിമ്പിളായിട്ടേ ചെയ്തിട്ടുള്ളൂ. പിന്നെ കാർഡ് ബോർഡാണ് ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് ഞാൻ പേപ്പേഴ്സ് കവർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഐഡിയ വാസ് ലൈക്ക് എൻ്റെ തന്നെയായിരുന്നു. മോളടുത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ പറഞ്ഞു. സാന്റയുടെ ഡ്രസ്സായിരുന്നാലും പോലും വെൽവെറ്റ് ക്ലോത്ത് നമ്മുടെ ക്രാഫ്റ്റ് കടയിൽ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് ലാസ്റ്റ് ഇയർ ചെയ്തിട്ടുള്ളൊരു കാർഡായിരുന്നു. അതിൽ കുറച്ച് ഡിഫറൻറ്റ്സ് ഞാൻ വരുത്തിയിട്ടുണ്ട്. സാന്റ എന്തായിരുന്നാലും സാന്റയുടെ ഫേസ് വേണമല്ലോ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും ഓടിച്ചാടി വരുന്നത് സാന്റ ക്ലോസ് ആണ്, കുറേ ഗിഫ്റ്റാണ്. സോ അതുപോലെ ഗ്ലിറ്റർ പേപ്പറിലാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം എനിക്ക് ഗ്ലിറ്റർ പേപ്പർ കിട്ടിയപ്പോഴത്തേക്ക് സാന്റയുടെ ആ ഫേസ്, ഡ്രസ്സ് ഒക്കെ ഗ്ലിറ്റർ പേപ്പറിലാണ് ഞാൻ മെഷർ ചെയ്ത് കട്ട് ചെയ്തിട്ട് ചെയ്തത്. ഇതിലും ദ സെയിം തിങ്, ഗിഫ്റ്റ് ബോക്സസ് നേരത്തെ ചെയ്ത പോലത്തെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്, ഗിഫ്റ്റ് ബോക്സസ്. പിന്നെ സൈഡിൽ ജസ്റ്റ് ഒന്ന്, ഇത് മെജോറിറ്റി മോള് തന്നെയാണ് ചെയ്തത്. പിന്നെ ഒരു സ്നോമാൻ കൂടെ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ റിബണാണ് വെച്ചത്. ഇതിൽ ഫുൾ ഓഫ് ഗ്ലിറ്റർ പേപ്പർ കിട്ടിയത് കൊണ്ട് ഗ്ലിറ്റർ പേപ്പർ കൊണ്ടിട്ടുള്ള കുറേ സ്റ്റിക്സാണ് ഞാൻ അവിടെ ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. സോ എഗൈൻ ഇതിൽ ദ സെയിം തിങ്, ഗിഫ്റ്റ് ബോക്സസ്, ക്രിസ്മസ് ട്രീ, കാൻഡിൽസ്, സ്നോമാന്, സാന്റയുടെ ഡ്രസ്സ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ സോക്സ്, സാന്റയുടെ സോക്സ്,
അങ്ങനെയൊക്കെ വേണം, കേക്ക്, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പം സിമ്പിളായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് നമുക്ക് പറ്റാവുന്നതുപോലെ നമ്മൾ കുട്ടികളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ബാക്കിയൊക്കെ അവരെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിപ്പിക്കാനായിട്ട് നോക്കണം. ബിക്കോസ് എവറിത്തിങ് നമ്മൾ തന്നെ ചെയ്ത് കൊടുത്താൽ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതായിപ്പോവും. സോ കുറച്ച് ഐഡിയാസ് ഞാൻ ഷെയർ ചെയ്യും. പിന്നെ വേറെയൊക്കെ അവളെ കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. ഇതിൽ കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്നൊക്കെ തന്നെയാണ് കട്ട് ചെയ്തതൊക്കെ. പിന്നെ വേറെ എല്ലാം സ്റ്റിക്ക് ചെയ്തതൊക്കെ അവൾ തന്നെയാണ് സ്കൂളിൽ പോയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ രണ്ടിലൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഐ എം വെരി ഹാപ്പി ടു ഷെയർ അതും. സോ ഇതാണ് കഴിഞ്ഞ വർഷം ഞങ്ങളുണ്ടാക്കിയ സിമ്പിളായിട്ടുള്ളൊരു കാർഡ്. ഇനി ഇത് ഞങ്ങൾ ലുലുവിൽ പോയപ്പോഴത്തേക്കും വെറുതെ എടുത്ത കുറച്ച് പിക്സാണ്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മെരി ക്രിസ്മസ്.